ഹലോ എവ്രി വൺ, വെൽക്കം ടു യാസ്. ട്രിവാൻഡ്രത്തെ ബാക്കി വിശേഷമായിട്ട് ഞാൻ വീണ്ടും വന്നു കേട്ടോ. അങ്ങനെ രാവിലെ 8 മണിയോടുകൂടി ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി. ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഹോട്ടൽ ചിരാഗിനിലേക്ക് പോയി. ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അദ്ദേഹത്തിനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹോട്ടൽ ചിരാഗിലേക്ക് വന്നത്. സുധാമണി ടീച്ചറാണ് ഞങ്ങൾക്ക് ബോച്ചയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള അവസരം ഒരുക്കി തന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ചെന്നു. ട്രിവാൻഡ്രത്ത് പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിൻ്റെ കിഴക്കേ കോട്ടയുടെ വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നാണ്. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ധർമ്മശാസ്താവ്, ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ, വിശ്വക്സേനൻ, അശ്വത്ഥാമാവ്, വേദവ്യാസൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മീനമാസത്തിൽ രോഹിണി കൊടികയറിയും തുലാമാസത്തിൽ തിരുവോണം ആറാട്ടായും 10 ദിവസം വീതം നീണ്ടു നിൽക്കുന്ന 2 ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. 6 വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ വേദപണ്ഡിതരുടെ വക മുറജപവും നടത്തപ്പെടാറുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ നടത്തുന്ന ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഞങ്ങൾ പടിഞ്ഞാറൻ നടയുടെ ഭാഗത്തൂടെയായിരുന്നു അകത്തേക്ക് കടന്നത്. ഇവിടെ ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തൊഴുതു വന്നതിന് ശേഷമായിരുന്നു ഞങ്ങൾ മുൻവശത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. അങ്ങനെ പത്മനാഭനെ കണ്ട് തൊഴുതിറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാനായിട്ട്. അവിടെ നിന്ന് പൊടി ഇഡ്ഡലി കഴിച്ചു. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും പൊടി ഇഡ്ഡലി ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ ആറ്റുകാൽ അമ്മയുടെ അടുത്ത്. തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേ കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമ സ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു. ക്ഷേത്രം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവനന്തപുരം നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത്. സാധാരണക്കാർ ആറ്റുകാൽ അമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ്വ അനുഗ്രഹദായിനിയും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്നവളുമാണ് എന്നാണ് ഭക്തജന വിശ്വാസം. കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നു. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉത്സവമാണെങ്കിലും കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും, വിശിഷ്യ തെക്കൻ ജില്ലകളിൽ നിന്നും, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തിരുനെൽവേലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ദേവീഭക്തരും ശക്തി ഉപാസകരും ഇവിടെ പങ്കെടുക്കാറുണ്ട്. പൊങ്കാലയ്ക്കായി ഭഗവതി തൻ്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്നു എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി. മാത്രമല്ല ഇന്ന് ധാരാളം ആളുകൾ സ്വന്തം വീടുകളിലും പൊങ്കാല ഇടാറുണ്ട്. ആറ്റുകാലിൽ പൊങ്കാല ഇട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണാകുമെന്നും ഒടുവിൽ ഭഗവതിയുടെ സന്നിധിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. അവിടുത്തെ വഴിപാടുകളിൽ ഒന്നാണ് ഈ നാരങ്ങ ദീപം കത്തിക്കുന്നത്.
അങ്ങനെ അമ്മയെ തൊഴുത് നാരങ്ങ ദീപമൊക്കെ കത്തിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഷോപ്പിങ്ങിനാണ്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ച് തിരിച്ച് റൂമിൽ പോകുന്ന വഴി ബോളിയും പായസവും വാങ്ങിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ബോളിയും പായസവും. ഇതും ട്രിവാൻഡ്രത്ത് വന്നാൽ മറക്കാതെ ടേസ്റ്റ് ചെയ്യേണ്ട ഒന്നാണ്. അങ്ങനെ ഈവനിങ് ട്രെയിനിൽ ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. ട്രെയിനിൽ വെച്ച് ഞങ്ങൾ ആക്ട്രസ് സൗമ്യ ഭാഗ്യനാഥിനെ കണ്ടുമുട്ടി. ഞങ്ങളുടെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു അവരുടെ സീറ്റ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ സെൽഫി എടുത്തു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ ഒരു 7:30 കൂടി ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളുടെ ട്രിവാൻഡ്രം യാത്ര ഇവിടെ അവസാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.